ഇന്നെന്താ പണിക്കർ സാറ് പതിവില്ലാതെ? പൊതു താല്പര്യ ഹർജി. ഓ, എന്താ കേസ്? വാതിൽ കവല ടോൾ പ്രശ്നം. ഓ, കുറേ മാസമായിട്ട് അവിടെ പ്രോപ്പർ റോഡില്ലല്ലോ. ആരാ പ്രതി? പ്രതി കൺസ്ട്രക്ഷൻ കമ്പനിയും ഗവൺമെൻറ്റുവാ. ഓ, ബെസ്റ്റ്. ഒരു പണി അത്യാവശ്യമാർക്ക് ടോള് പിരിക്കുന്നതിന് ഒരു മയോല്ലല്ലോ. പണിക്കർ സാറല്ലേ ഇന്നത്തോടെ അവന്മാരുടെ കാര്യം തീരുമാനം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ് കൗൺസിലർ. യുവർ ഓണർ, കഴിഞ്ഞ 6 മാസമായി വാതിൽക്കവല റോഡ് നിശേഷം തകർന്നിരിക്കുകയാണ്. മിനിമം 1 മണിക്കൂർ എടുക്കും ഈ 2 കിലോമീറ്റർ കടന്നു പോകാൻ. മാത്രമല്ല, നിർബന്ധിച്ച് ടോൾ പിരിക്കുകയും പ്രതികരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു യുവർ ഓണർ. ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആളും ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് ഇല്ലേ? യെസ് യുവർ ഓണർ. തീർത്തും മോശമായിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അല്ലാതെ ഈ പറയുന്ന കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. ആണോ? അല്ല, അങ്ങനെ അല്ലല്ലോ യുവർ ഓണർ. 6 മാസങ്ങൾക്ക് മുൻപ് ഈ റോഡ് സഞ്ചാരയോഗ്യമല്ല എന്ന് പറഞ്ഞ് അന്ന് ഫോട്ടോസ് സഹിതം വന്ന ന്യൂസ് പേപ്പർ കട്ട്സ് അനക്സ് 3 അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസം ഈ വഴിയിലുണ്ടായ ആക്സിഡന്റിൽപ്പെട്ട ആളുകളുടെ ഡീറ്റെയിൽസ്, പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ GD എൻട്രി ഡീറ്റെയിൽസ്, അവരുടെ ഹോസ്പിറ്റൽ ബില്ലുകൾ, വർക്ക്ഷോപ്പ് ബില്ലുകൾ എല്ലാം അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരാഴ്ച ആയിട്ടുള്ളൂ എന്ന് പറയുന്നത്? ലക്ഷങ്ങളുടെ നഷ്ടമാണ്. വില കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് പണിതതാണെന്ന് ഓഡിറ്റഡ് ഡീറ്റെയിൽസ് അനക്സ് 20 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണോ? അത് പിന്നെ എത്രയും പെട്ടെന്ന് ടാർ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് സാർ. അങ്ങനെയാണെങ്കിൽ അതുവരെ ടോള് പിരിക്കണ്ട. അതാണ് കോടതിയുടെ തീരുമാനം. അതുമാത്രം പോരല്ലോ. പിന്നെ സീനിയർ എന്താ ഉദ്ദേശിക്കുന്നത്? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ജോലിക്ക് പോവേണ്ട വീട്ടമ്മ ഈ ബ്ലോക്ക് കാരണം ഇപ്പൊ 4 മണിക്ക് എഴുന്നേക്കണം. 1 മണിക്കൂർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. സന്ധ്യയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തുമ്പോഴും 1 മണിക്കൂർ വൈകും. കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട ഈ സമയം വഴിയിൽ ചെലവഴിക്കുന്നവരാണ് ഞങ്ങൾ. ഈ വഴിയിലൂടെ യാത്ര ചെയ്താൽ ബൈക്ക് മുതൽ ബസ്സുകൾക്ക് വരെ ഉണ്ടാകാവുന്ന അറ്റകുറ്റപ്പണികളുടെ കണക്കും അനക്സ് 6 ചേർത്തിട്ടുണ്ട്. അതെ, പണിക്കിട്ട് പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവർ കൂടെ മനസ്സിലാവണമല്ലോ. ഒന്ന് വിശദമാക്കാമോ? 15 വർഷത്തെ ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുന്നവരല്ലേ നമ്മൾ. റോഡ് നന്നായാൽ ഞങ്ങൾ കാശ് കൊടുക്കാം, മോശമായാൽ സർക്കാർ അവരുടെ പണി കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ തിരിച്ച് ഞങ്ങൾക്ക് കാശ് തരണം യുവർ ഓണർ. അത് പിന്നെ സാർ ഈ ടോളൊന്നും തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഒരുപാട് വണ്ടികൾ ഓടുന്ന വഴിയാണ്. പൈസ തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ നഷ്ടത്തിലാവും സാർ. കറക്റ്റ്. നിങ്ങൾ നഷ്ടത്തിലാവും. പക്ഷേ ഈ ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിന് ആര് ഉത്തരവാദിത്വം പറയും? അതിന് ഇവർ തന്നെയല്ലേ പഠിക്കുന്ന ഉത്തരവാദികൾ. അതുകൊണ്ട് റോഡ് ശരിയാകുന്നത് വരെ അതുവഴി പോകുന്ന എല്ലാ വണ്ടികൾക്കും ഉത്തരവാദിത്തപ്പെട്ടവർ ടോൾ തിരിച്ചു കൊടുക്കണം. എന്താ കൈയടിച്ചേ? സാർ, ആ വഴിക്കാ എൻ്റെ വീട്. സന്തോഷം കൊണ്ട് കൈയടിച്ചതാ. ആ സന്തോഷമാണ് വേണ്ടത്. നീതി കിട്ടാത്തവർക്ക് നീതി ലഭിക്കാനാണ് കോടതി. Báilame, cerquita, báilame, que sea tu cinturita la culpable. Ay, báilame, cerquita, báilame, tremenda gozadera que no acabe. Ay. Vámonos toda la noche, que esta aventura comience, sudando tu cuerpo, temperatura caliente. La rumba ya empieza, baila hasta que salga el sol. La música suena, perdemos el control. Ya a la medianoche entramos en la calentura, nos fugamos en el coche y se sobró.
ഹലോ ആഷ്ലി, ഓഫീസിലേക്ക് വരുന്നില്ലേ? ഞാൻ വരുന്നുണ്ട്. ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ വരാം. വേഗം വരണേ. ഓക്കെ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേസായിരിക്കണം എൻ്റെ ആദ്യത്തെ കേസ് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സോ കഴിഞ്ഞ 98 കേസും ഞാൻ ഒഴിവാക്കി. അഡ്വക്കേറ്റ് വിനു ജനാർദ്ദനൻ BA LLB ഗോൾഡ് മെഡലിസ്റ്റ്. വെറുതെ പറഞ്ഞുള്ളൂ. അല്ല, ഞാനും എൻ്റെ അയൽവാസിയുമായിട്ടുള്ള കേസ് എങ്ങനെ ഈ സാമൂഹിക പ്രതിബദ്ധതയുള്ള കേസാണ്? ഡൗട്ട്സ് വക്കീല് പറഞ്ഞു കൊടുക്ക. അതായത് ചേട്ടനും അയൽവാസി ഈ സമൂഹത്തിലുള്ള ആളുകൾ, ഈ കേസ് വായിക്കുന്നത് ഞാൻ ഈ സമൂഹത്തിലുള്ള ആള്, ഇതപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ സമൂഹത്തിലുള്ള ആളുകൾ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേസാവുമല്ലോ. നമുക്കൊരു IPC 420 മൂവ് ചെയ്യാം. നമുക്കൊരു ചിക്കൻ 65 ചിക്കൻ 65 ഓർഡർ ചെയ്യാം. എന്തുവാണ് ചേട്ടാ, ഇവിടെ ശ്രദ്ധിക്ക്. 65 ഒക്കെ നമുക്ക് കേസ് ജയിച്ചിട്ട് കഴിക്കാം. നമുക്കൊരു 420 പിടിക്കാം IPC. അല്ല, ഈ 420 എന്ന് പറയുമ്പം സെക്ഷൻ 420 ഡീൽസ് വിത്ത് ചീറ്റിംഗ് ആൻഡ് ഡിസോണസ്റ്റ്ലി ഇൻഡ്യൂസിങ് ഡെലിവറി ഓഫ് പ്രോപ്പർട്ടി എന്നല്ലേ? ആ, അപ്പോൾ ഇതിന് IPC 451 ട്രസ്പാസ് കേസും പിന്നെ ഒരു സിവിൽ കേസും കൂടെ മൂവ് ചെയ്താൽ പോരെ? മതി, അത് മതി. ശരിക്കും ഞാൻ അതിലൊക്കെ വരുന്നത്. സിവിൽ കേസ് മൂവ് ചെയ്യാം. അതിപ്പോ അത് കറക്റ്റാണ്. പാളി. നമ്മള് ബില്ല് കൊടുക്കേണ്ടവരും. ചേട്ടൻ ഇതിനെ പറ്റിയൊക്കെ നല്ലൊരു ധാരണ ഉണ്ടല്ലേ? അത്യാവശ്യം. പിന്നെ ഇത് സ്വന്തം വാദിക്കാത്ത. അല്ല, ഒരു വക്കീലുണ്ടെങ്കിൽ, നല്ലൊരു വക്കീലുണ്ടെങ്കിൽ ഒരു ബലാണ്. അതിനിപ്പം ആരാണെന്നാ നമുക്കിപ്പോ ഒരു വക്കീലേ ആരെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഈ കേസേ നമുക്ക് നല്ലൊരു അഡ്വക്കേറ്റ്. ഞങ്ങളിതിപ്പോ പറഞ്ഞോണ്ടിരിക്കുക. ചോദിച്ചു നോക്ക് ലേട്ടാ. അല്ലേ? അല്ല ചേട്ടാ, നമുക്ക് സംസാരിക്കാം. അല്ല, BA LLB. വെച്ചോ. ആഷ്ലി, എന്താ പ്രശ്നം? ഗുഡ് ഈവനിങ്. അന്ന് പറഞ്ഞ യൂട്യൂബർ ആ കോൺക്ലേവിനെങ്ങും വരൂല. അയ്യോ, അയാൾ കമ്മിറ്റ് ചെയ്തല്ലേ. ഇപ്പൊ എന്താ? പേഴ്സണൽ ഇഷ്യൂസ് ആണെന്നൊക്കെയാ പറയുന്നത്. സത്യം എന്താന്ന് ആർക്കറിയാം. ഓക്കെ, വിട്ടേക്ക്. നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? ഇതേ ഇയാള് പറ്റുമോ നോക്കിയേ. വിളിച്ചോക്ക്. യൂട്യൂബിൽ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. നോക്കാം. ഫസ്റ്റ് ആയിട്ടൊരു കേസ് കിട്ടുമെന്ന് വിചാരിച്ചില്ലേ? ഹലോ, അഡ്വക്കേറ്റ് എബി സാറാണോ? അതെ. ഇപ്പൊ ഫ്രീ ആണോ? അല്പനേരം സംസാരിക്കാമോ? അതെ, ഞാനിപ്പോ ഈ ഭൂമിയിലോട്ട് എത്തിയുള്ളൂ. ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോ. ഞാൻ ഗ്ലോബൽ വിഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ആണോ? ഞങ്ങൾ നടത്തുന്ന കോൺക്ലേവിൽ പങ്കെടുക്കുമെന്ന് അറിയാനായിരുന്നു. അയ്യോ, എന്താ അറിയോ, ഞാൻ ഇങ്ങനത്തെ ഈ പരിപാടികൾക്കൊന്നും പങ്കെടുക്കാറില്ല, അതുകൊണ്ടാണ്. സോറി. CM പങ്കെടുക്കുന്ന നിമിഷ മാധവ് കണ്ടക്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നേ. വൈകിട്ട് 8-നാണ് ഫംഗ്ഷൻ. വൈകിട്ട് 8:30 ന്യൂസ് വായിക്കണ ആ കൊച്ചിന്റെ പരിപാടിയാണോ? അതെ. അയ്യോ, നല്ല കൊച്ചാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിനെ. ആ കൊച്ചി കുറച്ച് മെലിഞ്ഞായിരുന്നല്ലേ? മെലിഞ്ഞ്. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല കൊച്ചാണ്. എന്നും ആ കൊച്ചിനെ കാണാൻ വേണ്ടി ന്യൂസ് കാണുന്നത്. സാറപ്പോ വരുമല്ലോ അല്ലേ? ഞാൻ വരാം, എന്തായാലും വരാം. പ്രോമിസ് ആയിട്ട് ഞാൻ വരും. ഫ്രണ്ട്സിനെ കൊണ്ടുവരാവേ. വെന്യൂ എവിടെയെന്ന് അറിയിച്ചാൽ മതി. വെന്യൂ എവിടെയാന്ന് അറിയിക്കാം സാർ. ഓക്കെ, താങ്ക് യു. എടാ നിമിഷ പ്രോഗ്രാമിന് വിളിച്ചു നിന്നെ. നോ. പിന്നെ എന്നെ ഉണ്ടാക്കാൻ ആ കൂടി ഒരു ദിവസമേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്. ഓ അതെ, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യുവാണേ. ഗ്ലോബൽ വിഷൻ കോൺക്ലേവിന്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ്. ഗ്ലോബൽ വിഷൻ കോൺക്ലേവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനാണ് ആദ്യം. ഈ സെഷനെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്നത് ഒരു മഹത് വ്യക്തിയാണ്. നിങ്ങൾ റെഡിയല്ലേ? CM വരാറായോ? 10 മിനിറ്റ് വരും. ഈശ്വര. അപ്പൊ നമ്മുടെ യൂട്യൂബറോ? മറ്റേ മെലിഞ്ഞ പെൺകുട്ടികളെ മാത്രം നോക്കുന്ന യൂട്യൂബറാണ്. നിങ്ങൾ ഇതൊക്കെയാണല്ലോ ഇവിടെ പരിപാടി. എല്ലാത്തിനും ഞാൻ മാത്രം ഉണ്ടല്ലോ അല്ലേ? മുടിചൂടാ മന്നൻ. വേഗം വന്നേക്കണം കേട്ടോ. വരാം. കേരള രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നൻ കേരള ജനതയെ ഏറെ ആർജവത്തോടെ മുന്നോട്ട് നയിക്കുന്ന ഭരണപാടവവും നന്മയും കർമ്മവും നിറഞ്ഞ വ്യക്തിത്വം. കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി.
ഗ്ലോബൽ വിഷൻ കോൺക്ലേവ് സർ. ആദ്യം തന്നെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ തിരക്കിനിടയിലും സാർ എങ്ങനെയാണ് ഈ ഗ്ലാമർ കാത്തു സൂക്ഷിക്കുന്നത്? ദാ ഈ ഇരിക്കുന്ന ജനങ്ങളാണ് എന്റെ ഗ്ലാമറിന്റെ രഹസ്യം. ഒരു ഭരണാധികാരി എന്ന നിലയിൽ എന്താണ് സാറിന്റെ ലക്ഷ്യം? ഓരോ പൗരന്റെയും സന്തോഷമാണ് ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ എന്റെ ലക്ഷ്യമായി ഞാൻ കാണുന്നു. സാർ, നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഓഡിയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഓ, എഴുത്തുകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായ ശ്രീമതി മാല വിനീത. സാർ, അടുത്ത ചോദ്യവും ഓഡിയൻസിൽ നിന്ന് തന്നെയാണ്. അഡ്വക്കേറ്റും യൂട്യൂബറുമായ ശ്രീ എബി മാത്യു. എബി മാത്യു, സർ മൈക്ക്. താങ്ക് യു. നമസ്കാരം സർ. നമസ്കാരം. എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യമാണ്. ഇത് ഈ അവസരത്തിൽ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ചോദിച്ചോളൂ. സർ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഏറ്റവും വലുത് സ്വന്തം പാർട്ടിയാണോ രാജ്യമാണോ? രാജ്യം. അതിനപ്പുറത്തൊരു സ്ഥാനം ഒരു രാഷ്ട്രീയക്കാരനും തന്റെ പാർട്ടിക്ക് കൊടുക്കാറില്ല. സാറ് കൊടുക്കാറുണ്ടോ സ്വന്തം രാജ്യത്തെക്കാൾ കൂടുതൽ സ്ഥാനം സ്വന്തം പാർട്ടിക്ക്? 40 വർഷത്തെ രാഷ്ട്രീയ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് അനിയ. ഒരു പ്രവൃത്തിയിലും ഒരു ചിന്തയിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സാർ, 4 ദിവസം മുമ്പ് സാറിന്റെ പാർട്ടി ഓഫീസ് തകർത്തതിന്റെ പേരിൽ ഇവിടെ ഒരു ഹർത്താൽ നടന്നു. സാറാണ് ആ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. പാർട്ടി ഓഫീസ് തകർത്തതിന്റെ പേരിൽ പാർട്ടിക്ക് നഷ്ടം ഏകദേശം 85,000 രൂപയാണെങ്കിൽ ഒരു ദിവസം ഹർത്താൽ നടന്നതിന്റെ പേരിൽ കേരളത്തിന് നഷ്ടം ഏകദേശം 200 കോടി രൂപയാണ്. 85,000 രൂപയുടെ നഷ്ടത്തിന് പ്രതികാരം ചെയ്തപ്പോ കേരളത്തിന് നഷ്ടമായത് 200 കോടി രൂപയാണ് സർ. ഇനി പറയൂ സർ, സാറിന് കൂടുതൽ സ്നേഹം രാജ്യത്തിനോടാണോ സ്വന്തം പാർട്ടിയോടാണോ? ഈ രീതിയിലെ രാഷ്ട്രീയ പ്രവർത്തനം കാരണം പാർട്ടി ഫണ്ടുകൾ കൂടുന്നു എന്നല്ലാതെ ഇന്ത്യയുടെയോ കേരളത്തിന്റെയോ ഒരു കടം പോലും കുറയുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല സർ. ഇതൊക്കെ കാണുമ്പോൾ പണിയെടുക്കുന്ന ഞങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് ഉള്ളിൽ തോന്നിപ്പോണ ചില ചോദ്യങ്ങളുണ്ട്. ഈ രാഷ്ട്രീയക്കാര് പ്രവർത്തിക്കുന്നത് സ്വന്തം പാർട്ടിക്ക് വേണ്ടി മാത്രമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഓരോ രാഷ്ട്രീയക്കാരനും വ്യക്തിപരമായി നൽകേണ്ടതാണ്. സർ, എനിവേ, ഇങ്ങനൊരു ചിന്തയ്ക്കും ഈ അവസരത്തിനും നന്ദി. നീ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? ഉള്ള കാര്യമല്ലേ ചോദിച്ചു? മുഖ്യമന്ത്രി. ഓ പിന്നെ എടാ, നിമിഷം വരുന്നുണ്ടാ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് വരാം. നല്ല പെർഫോമൻസ് ആയിരുന്നില്ലേ? സിൻസിയർ ആയിട്ടുള്ള ആള് ആവശ്യത്തോളം ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഇരിക്കടാ. ഇനി അപ്രീഷിയേറ്റ് ചെയ്യാത്തതിന്റെ കുറവും കൂടെ ഉള്ളൂ. ഇവന്റെ ഒടുക്കത്തെ ചോദ്യം കാണാൻ അവിടെ പണി ഇപ്പൊ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ വരാൻ പോണെ? ആഷ്ലി പറഞ്ഞിട്ടില്ല അയാളെ വിളിച്ചത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഇനി നിങ്ങൾ ഹായ്. സോറിടാ. ഹായ്. എന്നാ നമ്മുടെ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നത്? അടുത്ത ആഴ്ച ഉണ്ടാവും. ആണോ? പക്ഷെ ഇയാള് ചോദിച്ച ചോദ്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അതെന്താ? അപ്പൊ തന്നെ മോളിൽ നിന്ന് വിളി വന്നു, എല്ലാം എഡിറ്റ് ചെയ്ത് ഓ, കളയും. അതുകൊണ്ട് നിമിഷക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കത് മതി. എന്തായാലും ഓഫീസിൽ നമ്പർ ഉണ്ട്, ഞാൻ ടെലികാസ്റ്റ് ഡേറ്റ് അറിയിക്കാം. നമ്പർ ഇപ്പൊ തന്നെ ആഷ്ലിയുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം. എന്റെ ഉണ്ട്. ഒന്ന് കൊടുത്തേക്കണേ. പിന്നെ ഉറപ്പായിട്ടും. അതെ, നല്ല പറഞ്ഞു. നല്ല ചോദ്യങ്ങളായിരുന്നു. നല്ല ആങ്കറിങ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. താങ്ക്സ്. താങ്ക് യു. അപ്പോ ശരി, ഫ്രണ്ട്സാ? ഹായ്, കാണാം. കാണാം. ബൈ. ശരി. വാ. ശരി, അപ്പോ ബൈ. വല്ലാണ്ട് പനിക്കണ, കുറച്ചു കിടക്കട്ടെ. പോലെ വാ, നിമിഷയുടെ പ്രോഗ്രാം കാണാം. നല്ല രസമുണ്ടല്ലേ? എനിക്കൊന്ന് രസം. അയ്യോ, വിനു മക്കളെ, നിമിഷയുടെ പ്രോഗ്രാം ഉണ്ട്, വാ അത് കാണാം.
പിന്നെ ഒരു ഹെൽപ്പ് ചെയ്യൂ. എന്താണ്? ദിലീഷ് പോത്തന്റെ പുതിയ സിനിമയിൽ അഭിനയിക്കാനേ നവാഗതരായിട്ടുള്ള ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റിന്റെ സെൽഫി വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യൂ. എടാ പൊട്ട, സെൽഫി വീഡിയോ സ്വന്തമായിട്ട് എടുക്കണ്ടാണ്, ഞങ്ങളെല്ലാം ഷൂട്ട് എടാ ചെയ്യണം. ഞാൻ ചെയ്താൽ റിയലിസ്റ്റിക് ആവില്ല. നീ അല്ലെങ്കിലും ചെയ്താലും റിയലിസ്റ്റിക് ആവില്ല. നീ ഇത് പോയോന്ന്. എന്താടാ നിങ്ങളുടെ കൂട്ടുകാരൊരു സിനിമ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഞാൻ കുറച്ച് കിടക്കട്ടെ. നീ ഇത് കണ്ടേ? ഇരടാ അവിടെ ഒന്ന് കണ്ടാലിപ്പോ എന്താ? ആഹാ നീ കൂടുതൽ തള്ളാണ്ടെങ്കിൽ തന്നെ. എനിക്കറിയാം എബിക്കുട്ടാ. നീ എങ്ങോട്ട് പോണത്? പോട്ടെ പോട്ടെ, ഞാൻ വരാം, ഫ്രെയിമെന്റ് വരാം. പിടിച്ചു. എന്തിനെങ്ങനെയൊക്കെ കണ്ടോ? ഇപ്പൊ രക്ഷപ്പെട്ടാലോ? ഉണ്ടായി എന്തെങ്കിലും ചെയ്യണം. നമസ്കാരം, ഞാൻ പോൾ വർഗീസ്, തിരക്കുള്ളൊരു അഭിഭാഷകനാണ്. ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് മരിച്ചു കിടക്കുന്ന ഭാര്യയെ നോക്കി പൊട്ടിക്കരയുന്ന ഒരു ഭർത്താവിന്റെ വികാര പ്രകടനങ്ങൾ. ഭാര്യ ഒരിച്ചാൽ ഭർത്താവിന് എന്ത് വികാര? എനിക്കറിയാൻ പാടില്ല. എന്നെ വിട്ടേച്ച് പോയില്ലേടി നീ? പോയില്ലേ? അയ്യോ എനിക്ക് കാണണ്ട, എനിക്ക് കാണണ്ട ഇവളെ. അയ്യോ കാണണ്ട, ഇട്ടേച്ച് പോയല്ലോ, പോയല്ലോ, എന്നെ ഇട്ടേച്ച് പോയല്ലോ നീ. എനിക്ക് സഹിക്കാൻ വയ്യേ, എനിക്ക് സഹിക്കാൻ വയ്യേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കാണണ്ട. ഇവിടെ പനിച്ച് തുള്ളി കയ്യിലടക്കൂടെ കൊല്ലം നോക്കാം മനുഷ്യന്. അതെ, ഇമോഷൻ ആയോണ്ടായിരിക്കും ബോറടിച്ചത്. കോമഡിയുടെ ഒരു സാധനം ചെയ്ത് അടിപൊളിയായിരിക്കും. കോമഡിക്ക് വേറെ എടുക്കണ്ട, ഇത് അയച്ചു കൊടുത്താൽ മതി. കറക്റ്റാ. ഓൾറെഡി പനി, അതിന് ന്യൂമോണിയ ആക്കല്ലേ, കാല് പിടിക്കാം. വിനു നിനക്ക് വയ്യടാ? എടാ അതെ, ഈ മനുഷ്യന്മാരാകുമ്പോ കുറച്ച് കലാബോധം വേണോടാ, കലാബോധം. കൂട്ടുകാര് നിന്റെ ഒന്നും സഹായമില്ല സിനിമടനാകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടാ. അസൂയ, ഞാനെങ്ങനെ രക്ഷപ്പെട്ടു പോയാലോ? അതാണ്. ബാറ്ററി ചാർജും തീർത്തു. എടാ നിനക്ക് പനിക്കണ്ടോ? നല്ല ചോറുണ്ടല്ലോ. ഇനി ഇത്രയും നേരം ഞാൻ എന്താ മൂലക്കുരാണെന്ന് പറഞ്ഞ് പനിക്കുന്നടാ, വയ്യ. ബാ ഹോസ്പിറ്റലിൽ പോ. വേണ്ട, കുറച്ച് കിടന്നാ പറ്റില്ല. വന്നേ, ഇപ്പോഴത്തെ പനിക്ക് എന്താവുന്ന ഒരു പിടുത്തമില്ല. കിടന്നാ നടത്താൻ എനിക്ക് വെച്ചോണ്ടിരുന്ന ഞങ്ങൾക്കും കൂടി വന്നേ. ഹോസ്പിറ്റലൊക്കെ ഭയങ്കര തിരക്കായിരിക്കടാ. ഞാൻ കൂടെ തന്നെ ഇല്ലേ. ഒരു KSRTC പെൻഷനറിന്റെ കേസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പുള്ളി വന്നിട്ടുണ്ട്. വരാൻ പറ. ഇരിക്ക്. ഓ എബി നിക്ക്. എന്താ പേര്? അഗസ്റ്റിൻ. ഓൾറെഡി കുറെ കേസ് കോടതിയിലുണ്ടല്ലോ. കേസൊക്കെ ഉണ്ട് സാറേ, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പെൻഷന്റെ അവസ്ഥ എന്താ? ഇപ്പൊ 4 മാസമായി കിട്ടിയിട്ട്. കൃത്യമായി എല്ലാ മാസവും 30-ാം തീയതി കിട്ടിക്കൊണ്ടിരുന്നതാ. ഇപ്പോ മാസം മുട്ടുമ്പോൾ ഒരു പേടിയാ സാറേ. 35 വർഷം ജോലി ചെയ്തു, സ്വന്തം പോലെ. ഒരു ചാല് പോലും മുടക്കിയിട്ടില്ല. രാത്രിയും പകലും നന്നായി അധ്വാനിച്ചു. ഇപ്പം പ്രായമായി. അസുഖങ്ങളൊക്കെ തുടങ്ങിയപ്പോ വരുമാനമില്ലാണ്ടായി. ഇതുവരെ 12ഓളം പേര് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയൊന്നും ഒന്നിനൊരു പരിഹാരമൊന്നുമല്ല. ഇപ്പൊ സർക്കാർ പറയുന്നത് ഞങ്ങളൊക്കെ ഒരു ബാധ്യതയാണെന്ന്. എങ്ങനെയാണ് സാർ നല്ല കാലം മുഴുവൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജോലി ചെയ്ത ഞങ്ങള് ഒരു ബാധ്യതയാവുന്നത്? സർക്കാരിനും വീട്ടുകാർക്കൊക്കെ ബാധ്യതയായി എങ്ങനെ ജീവിക്കും സാർ? ടിക്കറ്റിന് 10 പൈസ ഇളപ്പം തുടങ്ങിയതാ. PSC വഴി വേറെ പല ജോലികളും കിട്ടി. പക്ഷെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വേറെ ഒന്നിനും പോയില്ല. വലിയ മണ്ടത്തരമായി പോയെന്ന് ഇപ്പം തോന്നുന്നു. എല്ലാം ഉടൻ ശരിയാവുന്നാണല്ലോ സർക്കാർ പറയുന്നത്. പറച്ചിലൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലമായി സാറേ. കുറച്ച് ആളുകൾക്ക് ഇത് നന്നായി പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അവർക്ക് വേറെ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നിയ ചില കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, ഒന്ന് നോക്കണം സാർ. ഇതൊന്ന് പഠിക്കണം. ശരി സാർ, ഞാനൊന്ന് നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുന്നത്. ഓ, രക്ഷിക്കണം സാർ. ഓ, ചേട്ടാ. ആ, സാറേ CM ഗസ്റ്റ് ഹൗസിലുണ്ട്. ആ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ എല്ലാവരും ഉണ്ട്. സാർ വേഗം വന്നാൽ മതി, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ശരി സാർ. നിങ്ങളുടെ വിഷയം രാകേഷ് സാർ ഏറ്റെടുത്തിട്ടുണ്ട്. മന്ത്രിസഭയെ തന്നെ താങ്ങി നിർത്തുന്നത് നമ്മുടെ പാർട്ടിയല്ലേ? അല്ല, നിങ്ങളുടെ പാർട്ടിയിൽ രാകേഷ് മാത്രമല്ലേ MLA ആയിട്ടുള്ളൂ? അടുത്ത ഇലക്ഷനിൽ ഒരു MLA കൂടെ വരും. അതാരാ? ഞാൻ തന്നെ.
സർ ബസ് ഓണർ മധു സർ എത്തിയല്ലോ കയറി CM ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഒക്കെ അകത്തുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരി സാർ, പേടിക്കണ്ട, നമുക്ക് നോക്കാം. അതെ ആദ്യം പുള്ളി ഒന്ന് സംസാരിക്കട്ടെ. വിളിക്കാം സാർ. 4-5 മാസമായിട്ട് ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. എത്ര നാളെന്ന് വെച്ചാൽ സാർ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്? അല്ല രാകേഷേ, ഈ KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പെട്ടെന്നങ്ങ് പ്രൈവറ്റൈസ് ചെയ്യാന്ന് പറയുമ്പോ എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് കാശാക്കുന്നു. ഇതും വിൽക്കാമെന്നേ. ആ, പിന്നെ പ്രൈവറ്റൈസ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും മെച്ചമാണ് സാർ. പിന്നെ ഇവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് എത്രയാന്ന് പറഞ്ഞാൽ മതി, ഇവർ അറേഞ്ച് ചെയ്യും. KSRTC പരമാവധി നഷ്ടത്തിൽ പോകണം, എങ്കിലേ കോടതിയും ജനങ്ങളും വിശ്വസിക്കൂ. അതൊക്കെ നമുക്ക് ശരിയാക്കാൻ വെക്കില്ലേ? കോടതി എന്താ പറയുന്നത് നോക്കട്ടെ, നമുക്ക് ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്യാം. എന്നാ പിന്നെ ശരി സാർ. ശരി സാർ. രാകേഷേ, ഈ നക്കാപ്പിച്ച ഫണ്ടിന് വേണ്ടി നമുക്ക് ഈ റിസ്ക് എടുക്കണോ? സാർ, പ്രൈവറ്റൈസ് ചെയ്യുന്നത് വണ്ടി മാത്രമല്ലല്ലോ. പിന്നെ കേരളത്തിലെ കണ്ണായ സ്ഥലങ്ങളിൽ KSRTCക്ക് സ്ഥലമുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിലും. അത് ഈ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ ആ സ്ഥലം കൂടി പ്രൈവറ്റൈസ് ചെയ്യണമല്ലോ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് വഴി വരാൻ പോകുന്ന വരുമാനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോടികളാണ്, കോടികൾ. അങ്ങനെയാണെങ്കിൽ എന്നെ ആലോചിക്കാനല്ല സേമേ. നമസ്കാരം. നമസ്കാരം സർ. KSRTC ഓഫീസർ നമ്മുടെ യൂണിയൻകാരുവാ. നിങ്ങൾ ഓഫീസിലോട്ടിരുന്നു, ഒരു 5 മിനിറ്റ് ഞാൻ പോരാം. വാ, ചെറിയൊരു കോളുണ്ട്. സാബു കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ? നിങ്ങളെല്ലാരും മാക്സിമം ഒന്ന് സഹകരിച്ചേ പറ്റുള്ളൂ. എങ്ങനായാലും KSRTC നഷ്ടത്തിൽ പോയേ പറ്റും. സാർ, കാര്യം ഒരു കോളുണ്ട്. ഹലോ, ആ MLA രാകേഷാ. ഒന്ന് ചെയ്തു കൊടുത്തേര്, നമ്മുടെ വേണ്ടപ്പെട്ട ആളാ. ശരി. ആരാടോ? ഇനി അങ്ങോട്ട് ഈ പെൻഷൻ ഒക്കെ കിട്ടുന്ന കാര്യം വലിയ കഷ്ടമാണ്. അതുകൊണ്ട് ഈ സമയത്ത് മേടിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ മേടിച്ചെടുക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും അത് ഗുണമാവും. കുറച്ച് ആത്മാർത്ഥക്കാരുണ്ട്, എന്തു പറഞ്ഞാലും മനസ്സിലാകില്ല. അതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. നമുക്കത് മാക്സിമം റൂട്ട് വെട്ടി കുറച്ചാൽ മതി, നഷ്ടത്തിലായിക്കോളും. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. സാബുവിനെ വിളിച്ചാൽ മതി, സാബു കോർഡിനേറ്റ് ചെയ്തോളൂ. എന്നാ ശരി. ശരി, സന്തോഷം. സാറേ, നമ്മൾ എന്തായാലും മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രഷർ കൊടുത്തേ പറ്റും. സാബു, ഒരു കസേര കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പോകുമോ എന്ന് ടെൻഷൻ അടിച്ച് അധികാരം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സൈഡിൽ നിൽക്കുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് എൻജോയ് ചെയ്യാം, മാക്സിമം കൈയിട്ട് വരാം. അതുകൊണ്ട് ഈ ടൈമിൽ ഉണ്ടാക്കാവുന്നതിന്റെ മാക്സിമം ഉണ്ടാക്കാം. വീരൻ തന്നെ. ഗുഡ് മോർണിംഗ്. ഓയ് 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 താരാടാ, നീ അല്ല നീ വായിച്ചോ? വിനു എങ്ങാൻ അതേ തൊട്ട മാസാമാസം കാശ് തരാത്തൊരു പത്രം വായിക്കണ്ട. എനിക്ക് പത്രം വായിക്കണേ നിർബന്ധമില്ലടാ. മിടുക്കൻ, നീ ആടാ അഡ്വക്കേറ്റ് ആവാൻ പറ്റിയ ആള്. അത് വലിയ നിർബന്ധമില്ല. എടാ, KSRTC കേസിന്റെ എപ്പോഴും വരാനൊരു പാവൂല്ലേ, പേരെന്താ? സെബാസ്റ്റ്യൻ. കറക്റ്റ് ആടാ. അല്ല ആളോടാ അഗസ്റ്റിൻ. എന്താടാ? നമ്മുടെ സമരം 58 ദിവസം പിന്നിട്ടിട്ടും സർക്കാരിന്റെയോ മാനേജ്മെന്റിന്റെയോ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായ യാതൊരു നീക്കവും കാണുന്നില്ല. അതാണ് സങ്കടകരമായ ഒരവസ്ഥ. നമ്മുടെ സഹോദരങ്ങളായ 12 പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ നമ്മുടെ പെൻഷന്റെ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാക്കണം. നമ്മുടെ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണം. അതാണ് നമുക്ക് ആവശ്യം. ഒരായുഷ്കാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ച് ചോര നീരാക്കി പാടുപെട്ടവരാണ്. മരുന്നിനും മറ്റു വീട്ടാവശ്യങ്ങൾക്കും വേണ്ടി മുമ്പിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ നമ്മുടെ ഈ പോരാട്ടം. ചേട്ടാ, ഞാൻ കുറെ വിളിച്ചായിരുന്നു. ചേട്ടൻ ഓഫീസിൽ കുറെ വന്നായിരുന്നല്ലേ? ഞാനൊരു കേസിന്റെ കാര്യത്തിൽ തിരക്കിൽ ഓട്ടത്തിലായി പോയി. നമ്മുടെ കേസിനെ ഇപ്പോഴാണെങ്കിൽ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാ. ചേട്ടാ ചേട്ടാ എന്തു പറ്റി? എനീറ്റ് ചേട്ടാ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ചേട്ടാ.
ചേട്ടാ അയ്യോ ചേട്ടാ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ചേട്ടാ ചേട്ടാ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ